പലപ്പോഴും ഞാനിങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഘട്ടത്ത് വാർത്തയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ പട്ടിണിയായിരുന്നു അന്ന് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ, കൊച്ചിയിലെത്തി വാർത്ത ശേഖരിക്കുന്ന ഘട്ടത്തിൽ അന്ന് സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിലാണ് ഞാനും ക്യാമറാമാനും താമസിച്ചിരുന്നത്. അവിടെയൊക്കെ നിന്ന് വീട്ടിനകത്തിലെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ വാർത്ത ലൈവ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. അങ്ങനെ കടന്നു പോകാത്ത വഴികളില്ല. ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ വല്ലാതെ ആക്രമിക്കപ്പെടുമ്പോൾ ഈ ഭാര്യയും മകളും സ്നേഹിക്കുന്നവരും അവർ പറയും, എന്തിനാണ് ഇത് അവസാനിപ്പിച്ചുകൂടെ? കാരണം ഇങ്ങനെ ആക്രമിക്കപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ എന്റെ ഭാര്യയുടെയും മകളുടെയും ചിത്രം വെച്ച് അധിക്ഷേപമാണ്, അതും പറയാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ച് അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസം. ഏതാണ്ട് ഒരു ആഴ്ചക്കാലത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മകൾ വിദ്യാലയത്തിലേക്ക് പോകാതെ ഇരുന്നു. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ ആലോചിച്ചത്, ഈ സാക്ഷിയായ ബാലേന്ദ്രകുമാറിന്റെ മകൻ സമാനമായ ദുരനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം സാക്ഷിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ മകന് സ്കൂളിൽ അനുഭവിക്കേണ്ട വേദന, സമാനമായി ഭാവനയും കുടുംബവും അനുഭവിച്ച വേദന, അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം, ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം. 5 വർഷത്തിന് ശേഷം ഭാവന മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ 5 വർഷം മുമ്പ് എന്തുകൊണ്ട് മലയാള സിനിമാ ലോകം ഭാവനയെ ചേർത്ത് നിർത്തിയില്ല എന്ന ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉത്തരമില്ലാതെ അവസാനിക്കുന്നു, അവിടെ കിടക്കുകയാണ്. അതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ്. അവർ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾ ഭാവനയ്ക്കൊപ്പം നിന്നു എന്ന്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇത് ഭാവന മാത്രമല്ല, മലയാള സിനിമയിൽ ഭാവനയ്ക്ക് മുമ്പ് സമാനമായ പീഡനം ഏറ്റുവാങ്ങിയ ഒട്ടേറെ നടിമാരുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചിവിടെ പറയുകയാണ്. പക്ഷെ അവർ പുറത്തേക്ക് വരില്ല. അവർക്ക് പുറത്തേക്ക് വരാനുള്ള അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ കാരണം ഭാവന കോടതിയിൽ 17 ദിവസം അനുഭവിച്ച മാനസികമായ പീഡനമാണ്. നീതി ലഭിക്കില്ല എന്ന ഒറ്റ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഭാവനയ്ക്ക് മുമ്പ് സമാനമായ പീഡനം അനുഭവിച്ച നടിമാർ നിയമ നടപടികൾക്ക് മുന്നിലേക്ക് വരാത്തത്. അന്വേഷണ സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥയ്ക്ക് മുമ്പിൽ പല നടിമാരും തങ്ങൾക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം ഈ കേസിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ അനുഭവങ്ങൾ സഹായകരമാകുന്നുണ്ടെങ്കിൽ സഹായകരമാകട്ടെ എന്ന ഒറ്റ കാരണത്താൽ. ചില നടിമാരെ എനിക്കറിയാം, അവരെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് ഞാൻ ഒരു ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ സഹായം തേടിയിരുന്നു. പക്ഷെ അവർക്കാർക്കും ആത്മവിശ്വാസമില്ല. കാരണം ഭാവന ഇത്രയും കാലം, ഏതാണ്ട് ഒരു പതിറ്റാണ്ടാണ് ഒരു പെൺകുട്ടി അവൾ അനുഭവിച്ച പീഡനത്തിന് വേണ്ടി, അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്നത്. ഒരു വിചാരണ കോടതിയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. ഹൈക്കോടതിയിലെത്തുന്നു, സുപ്രീം കോടതിയിലെത്തുന്നു. എത്ര പണമാണ് ഈ കേസിന്റെ നീതിപീഠത്തിലേക്ക് അവിടെയുള്ള പോരാട്ടത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്? അവർ അധ്വാനിക്കുകയാണ്. സാധാരണ പരസ്യ ചിത്രങ്ങൾ അഭിനയിക്കുകയാണ്. എന്തിനാണ് അഭിനയിക്കുന്നത്? അവർ ഈ പോരാട്ടം നടത്താൻ വേണ്ടി അഭിനയിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഒരു നടിയായതുകൊണ്ട് അവർക്ക് വരുമാന മാർഗം കണ്ടെത്താൻ അവർക്ക് സിനിമയുണ്ട്. നേരെ മറിച്ച് ഒരു സാധാരണ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ദുരനുഭവം അവൾക്കുണ്ടായതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് വീണ്ടും ഞാനിത് പുസ്തകമാക്കാൻ എനിക്ക് പ്രേരണയായത് മൂന്നേട്ടനാണ്. നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന എം മുകുന്ദൻ എന്ന എഴുത്തുകാരനാണ് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം 2022 എനിക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള പ്രഥമ അവാർഡ് തലശ്ശേരിയിൽ വെച്ച് സമ്മാനിക്കുമ്പോൾ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ചുരുക്കി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ സംസാരിച്ച 15 മിനിറ്റ് ദൈർഘ്യമുള്ള എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇത് പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. പിന്നീട് എഴുത്തുകാരനായ ലിജീഷ് കുമാറുണ്ട്. അങ്ങനെ ഒട്ടേറെ സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകർ ഒന്നാകെ, എന്റെ സഹപ്രവർത്തകരും എല്ലാവരും എപ്പോഴും പറയും ഇത് എഴുതണം. കാരണം ഈ കാലം കുറ്റവാളികളെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിക്രമിക്കുന്ന, സ്ത്രീകളെ വേട്ടയാടുന്ന കുറ്റവാളികൾ, അവരെ മഹത്വവൽക്കരിക്കുകയാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ. PR കൊട്ടേഷനാണ്. അതുവഴി പീഡകന്മാരെ മഹത്വവൽക്കരിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഈ കേസ് ഇവിടെ അവസാനിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു ഘട്ടത്തിൽ അവിടെ അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഈ പീഡകന്മാരായ മനുഷ്യന്മാർ അവരൊക്കെ മഹാത്മാക്കളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പൊതുസമൂഹത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇരകൾ എന്ന് വിളിക്കാൻ പാടില്ല, അതിജീവിതമാർ, അവർക്കത് ഒരിക്കലും താങ്ങാൻ പാടില്ല. മാത്രവുമല്ല, അത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പൂർണ്ണമായി അവർക്ക് നഷ്ടപ്പെടും. ഇത് നീതിന്യായ വ്യവസ്ഥയിൽ പോലീസ് സംവിധാനത്തിലുള്ള ആത്മവിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ടാണ് എന്റെ ചാനൽ, റിപ്പോർട്ടർ ചാനൽ, അതിന്റെ എഡിറ്റോറിയൽ ടീം ഈ പോരാട്ടത്തിന് തുറന്ന മനസ്സോടെ, അതിലൊരു തിരുത്തലുമില്ലാതെ വാർത്തകൾ കൊടുക്കാൻ അവർ തയ്യാറാകുന്നത്. ഒരു ഘട്ടത്തിൽ എനിക്കെതിരെ വലിയ അറ്റാക്ക് നടന്ന സാമൂഹ്യ മാധ്യമത്തിൽ ഈ പൾസർ സുനി എന്ന ഈ കൊടും കുറ്റവാളിയുടെ ഒരു അഭിമുഖം, ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന്റെ പേരിലാണ്.
അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കാരണമായത് ഈ കുറ്റവാളി തന്നെ പറയണം എന്താണ് സംഭവിച്ചതെന്ന്. അത് പറയണമെന്നത് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ആ കുറ്റവാളിയിലേക്ക് മറ്റൊരു കുറ്റവാളിയിലൂടെ എത്തുന്നത്, ഈ കേസിന്റെ സാക്ഷിയായ. അത് ആ ക്യാമറ അങ്ങനെ ഒളിപ്പിച്ചു വെച്ച ക്യാമറ അയാൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല, അയാൾ അങ്ങനെ വിശ്വസിച്ചുമില്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിനു ശേഷം അയാളുടെ സംഘം എന്നെ കുടുക്കാൻ പലതരത്തിൽ ശ്രമം നടത്തി. പക്ഷെ അത് പിന്നീട് പോലീസിനത് മനസ്സിലാകുകയും ചെയ്തു. ഞാൻ അതിൽ നിന്ന് മാറി നിന്ന് സഞ്ചരിച്ചു. ഇപ്പോഴും ആ സംഘം ഏറ്റവും പ്രധാന ശത്രുക്കളുടെ ഗണത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അന്ന് ആ ദൃശ്യം പുറത്തു വന്നതിലൂടെ ഈ പൾസർ സുനിക്കും സംഘത്തിനും ഒരുപക്ഷെ അവരുടെ ഗൂഢാലോചന, അവർ പുറത്തിറങ്ങിയാൽ സ്വാഭാവികമായും പ്രതിയുടെ ഭാഗം ചേർന്ന് എന്ത് തരത്തിലും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഉത്തമ ബോധ്യം പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമം തടസ്സപ്പെടാൻ ആ അഭിമുഖം കാരണമായിട്ടുണ്ട്. അത് എത്ര പേർ അത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രോസിക്യൂഷനും പോലീസ് സംഘത്തിന് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എല്ലാം തുറന്നു പറഞ്ഞു. അതോടെ അവിടെ കച്ചവടം പൊളിഞ്ഞു. കാരണം പരോളിൽ പുറത്തിറങ്ങിയ പ്രതിയുമായി സംസാരിച്ച് എല്ലാം ധാരണയാക്കാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമം പൊളിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് ശ്രമിച്ചു, അത് നടന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നീതി നൽകേണ്ടത് പരമോന്നത നീതിപീഠങ്ങളാണ്. അതിൽ നമുക്കൊക്കെ വിശ്വാസമുണ്ട്, വിശ്വസിക്കാം. ഏതായാലും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഇത് സിനിമയാണെങ്കിൽ അതിന്റെ ഇടവേളയിൽ മാത്രമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനിയും ഒട്ടേറെ സമയമുണ്ട്. മാത്രവുമല്ല, ഇതിന് ഈ ഒരു വിഷയത്തിന്റെ തുടർച്ചയായി വന്ന ഹേമ കമ്മിറ്റി, ആ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് അത് പുറത്തെത്തിക്കാൻ അവസാന ഘട്ടത്തിലാണ് ഞാനൊരു ശ്രമം നടത്തിയത്. ഞാൻ അതിന്റെ വിവരാവകാശ കമ്മീഷണർ, മുൻ വിവരാവകാശ കമ്മീഷണർ ഇവിടെ ഉള്ളതുകൊണ്ട് അത് മാത്രം പറയുന്നു. അബ്ദുൽ ഹക്കീം സാർ, അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദം അദ്ദേഹം സമ്മതിക്കില്ല. പക്ഷെ എനിക്കത് സങ്കല്പിക്കാൻ കഴിയും. കാരണം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവരാവകാശ കമ്മീഷനിലേക്ക് ഞാൻ അപ്പീലുമായി ഓരോ ഘട്ടത്തിൽ പോകുമ്പോൾ ഞാൻ അനുഭവിച്ച സമ്മർദ്ദം, അപ്പോൾ അദ്ദേഹത്തിലേക്ക് അതിന്റെ ഇരട്ടിയോളം സമ്മർദ്ദം എത്തിയിട്ടുണ്ടാകുമെന്ന ഉത്തമ ബോധ്യമുണ്ട്. ഇന്നലെ അന്നത്തെ ഏറ്റവും കൂടുതൽ ഞാൻ കടന്നാക്രമിച്ച ഉദ്യോഗസ്ഥ, അവർ എനിക്ക് സ്വകാര്യമായി അയച്ചതാണ്, അഭിനന്ദനങ്ങൾ അയച്ച സുഭാഷിണി തങ്കച്ചിയുടെ സന്ദേശമുണ്ട്. പക്ഷെ അവർ ഒരു അമ്മയാണ്, ഒരു പെൺകുട്ടിയുടെ മാതാവാണ്. അവർ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ ഒരു പക്ഷേ അതിൽ അവർ ചെയ്യേണ്ട നടപടിക്ക് അപ്പുറത്തേക്ക് അവർക്ക് ചെയ്യാൻ കഴിയില്ല. എന്തായാലും ആ ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടത് ആവശ്യമാണ് എന്ന് വിവരാവകാശ കമ്മീഷണർക്ക് ബോധ്യമുണ്ട്. അതിനുശേഷം നടന്ന ഒരു ചെറിയ നടപടികളിലൊക്കെ ഞങ്ങൾ ആ കൃത്യമായ നിലപാടെടുത്താണ്. കാരണം അദ്ദേഹം ഉത്തരവിട്ട പേജുകൾ പോലും പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ആ പേജുകൾ പുറത്തുവിടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല? അവസാന ഘട്ടത്തിൽ 5 പേജുകൾ, ഏറ്റവും സുപ്രധാനമായ ഒരു 5 പേജുകൾ അദ്ദേഹം പുറത്തുവിടാൻ പറഞ്ഞു. പക്ഷേ പുറത്തുവിടാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. ഞങ്ങൾക്ക് അയച്ച കത്തിൽ ആ പേജ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു കള്ളക്കളി നടന്നു. എന്നാൽ അതിന്റെ പിന്നീട് കൊടുത്ത അപ്പീലിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. അദ്ദേഹം വിരമിച്ച് പുറത്തേക്ക് വരികയും ചെയ്തു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അബ്ദുൽ ഹക്കീം സാർ അവിടെ നടന്ന എന്തോ ഒരു കള്ളക്കളികൾ അതൊക്കെ തുറന്നെഴുതുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ഒട്ടേറെ പേരുണ്ട്, അവർക്ക് അവരുടെ അനുഭവങ്ങളുണ്ട്. പലർ ഇതിൽ അതിജീവിതമാർ ഈ സദസ്സിൽ തന്നെ പലരുമുണ്ട്. അവർ അനുഭവിച്ച വേദനകളുണ്ട്. അവരൊക്കെ പിന്നീട് അത് എഴുതും. അത് എഴുതേണ്ടതിന്റെ ആവശ്യം ഇനി വരുന്ന തലമുറയ്ക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ അത് നേരിടാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. നിയമ പോരാട്ടം നടത്തണം. ഉറച്ച പോരാട്ടവുമായി മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകം വായിക്കണം. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ, കാരണം പരിമിതമായ സമയത്തിനുള്ളിൽ എഴുതി തീർത്തതാണ്. അപ്പോൾ അതിൽ ഒട്ടേറെ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളായി കിടക്കുന്നുണ്ട്. പക്ഷെ പലതും സാമൂഹ്യ മാധ്യമത്തിൽ ആരൊക്കെയോ നശിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിലൊന്നും പഴയ വാർത്തകളൊന്നും എവിടെയും കാണാനില്ല. ഫേസ്ബുക്കിലൊക്കെ ഞാൻ പലപ്പോഴും അത് സെർച്ച് ചെയ്യുമ്പോൾ വാർത്തകളെ കാണാനില്ല. ഞാൻ ചെയ്ത പല വാർത്തകളും കാണാനില്ല. കാരണം അതൊക്കെ നശിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, ഇതിൽ ഒരു സൈബർ ഹാക്കർ സാക്ഷിയാണ്, സായ് ശങ്കർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ യൂട്യൂബ് ചാനൽ ഒരു ദിവസം അടിച്ചുപോയി. അത് നശിപ്പിച്ചത് അത് തനിക്ക് ലഭിച്ച കൊട്ടേഷനാണ്. അതുപോലെ എന്ത് സംഭവിക്കും? അതുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലുള്ള ഈ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടുമെന്ന ബോധ്യമുണ്ട്. കാരണം എല്ലാം നശിപ്പിക്കാനുള്ള ശക്തിയും സംവിധാനവും പ്രതിഭാഗത്തിനുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് പുസ്തകമായി ഇത് നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇത് പുസ്തകമായുണ്ട്. ഇത് വായിക്കുക, അഭിപ്രായം പറയുക. അതിനൊപ്പം അവൾക്കൊപ്പം, അത് ഭാവനയ്ക്കൊപ്പം മാത്രമുള്ള പോരാട്ടമല്ല. കേരളത്തിൽ പീഡനത്തിനിരയായ, അങ്ങനെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഒപ്പം ഏറ്റവും പ്രധാനമായും എൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ NS മാധവൻ സാറിനെ വിളിച്ചത്. അദ്ദേഹം ആ പുസ്തകം ചുരുങ്ങിയ സമയം കൊണ്ട് വായിച്ച് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ പറയുകയും ചെയ്തു. അദ്ദേഹത്തെ പോലെയുള്ള
ഒരു എഴുത്തുകാരൻ ഇത് പ്രയാസം ചെയ്യുക എന്നത് ഏതൊരു എഴുത്തുകാരനും ആഗ്രഹിക്കുന്നതാണ്. അതിനൊപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി.